കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാം വാക്യം. യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകും വണ്ണം അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും. പ്രഭാതം പുലർച്ചെയുള്ള സമയമാണ്. ഉണരുവാനും എഴുന്നേൽക്കാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവമഹത്വം ദർശിപ്പാനുമുള്ള സമയമാണിത്. വേദപുസ്തകത്തിൽ പ്രഭാതത്തോടുള്ള ബന്ധത്തിൽ നിരവധി പരാമർശങ്ങളുണ്ട്. 1 ശമൂവേൽ 11-ാം അധ്യായം 11-ാം വാക്യം പ്രഭാത യാമം, ഇയ്യോബ് 38:6 പ്രഭാത നക്ഷത്രം, യെശയ്യാ 21:12 പ്രഭാതവും രാത്രിയും, ഹോശയ്യ 13:3 പ്രഭാത മേഘം. ഇന്നലെ കണ്ടവരെ ഇന്ന് കാണണമെന്നില്ല, ഇന്ന് കണ്ടവരെ നാളെ കാണുമെന്ന് ഒരു ഉറപ്പും ഇല്ലാത്ത സാഹചര്യത്തിൽ രണ്ട് മനുഷ്യ സ്നേഹികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നതിനെയാണ് പ്രഭാത വന്ദനം എന്ന് പറയുന്നത്. ആംഗലേയ ഭാഷയിൽ ഗുഡ് മോർണിംഗ് എന്നും. മനുഷ്യനും ഭാഷയ്ക്കും ജാതിയും മതവുമില്ല. ഇവ രണ്ടും സൃഷ്ടിച്ചത് ദൈവമാണ്. പ്രഭാതത്തിൽ ദൈവം ചെയ്ത പല സംഭവങ്ങളും പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10-ാം അധ്യായം 13-ാം വാക്യം പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു. വെട്ടുക്കിളിയെ തന്റെ സൈന്യമായി ഉപയോഗിക്കുന്നു എന്ന് യോവേൽ 2:25 കാണുന്നു. മനുഷ്യൻ വെറുക്കുന്നതിനെ ദൈവത്തിന് തന്റെ മഹാസൈന്യമാക്കി ഉപയോഗിപ്പാൻ കഴിയും. പുറപ്പാട് 14:24 പ്രഭാതയാമത്തിൽ ദൈവം അഗ്നിമേഘത്തിൽ നിന്നും മിസ്രൈമ്യ സൈന്യത്തെ നോക്കി അവരെ താറുമാറാക്കി. ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുക മാത്രമല്ല, നമുക്ക് വേണ്ടി നോക്കേണ്ട സ്ഥലത്തും സ്ഥാനത്തും പ്രഭാതത്തിൽ നോക്കുവാനും ഇടയാകും. 16-ാം അധ്യായം 7-ാം വാക്യം പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. പലരും പലതിലും നമ്മുടെ വീഴ്ച കാണാൻ കാത്തിരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ തേജസ് കാണുവാൻ ഇടവരട്ടെ. 16-ാം അധ്യായം 12-ാം വാക്യം പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. ദൈവം തരുന്നത് നാം അനുഭവിക്കുമ്പോൾ അസംതൃപ്തി മാറി സംതൃപ്തരാകാൻ ഇടയാകും. ദൈവത്തിന്റെ കരവും കരുതലും കാണുവാൻ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിന്റെ കരുതൽ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കൃപ ചെയ്യും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.